ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിവിൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തപ്പോൾ കാവേരിക്ക് സങ്കടമായി. എന്തായിരിക്കും അച്ഛനെപ്പറ്റി നിവിന് എന്നോട് പറയാനുള്ളത്? അതറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് കരുതി കാവേരി നിവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. നിവിൻ പറയുന്നത്, എൻ്റെ ഒരു സംശയമാ. അരവിന്ദൻ അങ്കിൾ ഒരു തോട്ടം വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞില്ലേ, എവിടെയായിരുന്നു അത്? സംഗതി ഒന്ന് കൺഫേം ചെയ്യണം എന്ന് പറയുന്നു. ഇതിനിടയിൽ സലീമിക്ക പറഞ്ഞതുപോലെ മുല്ലപ്പൂവും അലുവയുമായി വിനീത് നടന്നു വരുന്നത് കണ്ട് കാവേരി അടുത്തുപോയി മണപ്പിച്ചു നോക്കുന്നു. അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കാവേരി വിനീതിന് ചുറ്റും കറങ്ങി നോക്കുമ്പോൾ വിനീത് പാക്കറ്റ് മറച്ചു പിടിച്ച് പിന്നിലേക്ക് നടന്നു പോകുന്നു. പിന്നീട് നിവിനും കാവേരിയും ജയപാലൻ നിവിന് കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നിവിൻ പറയുന്നത്, എനിക്ക് കാവേരിയുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാവും, പക്ഷെ ഇമോഷണലായി അല്ല, കുറച്ച് യാഥാർത്ഥ്യത്തോടെ വേണം ഈ വിഷയത്തിൽ നമ്മൾ സമീപിക്കാൻ. ഈ കാര്യം സത്യമാണോ എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് തെളിവുകളാ എന്ന് ഇവർ സംസാരിക്കുന്നത് തോട്ടത്തിലെ ഒരു പണിക്കാരൻ കേൾക്കുന്നുണ്ട്. ഇതേ സമയം മുല്ലപ്പൂ ഗംഗയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അത് വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാവേരിയുടെയും ശാരദയുടെയും ദേഹത്ത് വീണു. ശാരദ പേടിച്ച് നിലവിളിച്ചു. കാവേരിക്ക് കാര്യം പിടികിട്ടി. കാവേരി പറയുന്നത്, ആകാശത്തിലൂടെ ഏതെങ്കിലും യക്ഷി പറന്നു പോയപ്പോൾ മുടിയിൽ നിന്നും വീണതായിരിക്കും അമ്മേ എന്ന്. അതിന് യക്ഷികൾ ചൂടുന്നത് പാലപ്പൂവല്ലേ എന്ന് ശാരദയും ചോദിക്കുന്നു. അപ്പോഴാണ് വിനീത് അവരെ ശ്രദ്ധിച്ചത്. ഓടിപ്പോയി കാവേരിയുടെ കയ്യിൽ നിന്നും ആ പൂമാല വാങ്ങിക്കുന്നുണ്ട് വിനീത്. ഒരു വെറൈറ്റി ഇഷ്ടപ്പെടാത്ത ഏത് യക്ഷിയാ അമ്മേ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് കാവേരി. വിനീത് ആ പോക്ക് നേരെ അച്ചമ്മയുടെ മുന്നിൽ പോയി പെട്ടു. അച്ചമ്മ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ നീ ഗംഗയെ ഒരിടത്തും കൊണ്ടുപോയില്ലേ? എവിടെയെങ്കിലും കൊണ്ടുപോകണം, അങ്ങനെയല്ലേ കല്യാണം കഴിഞ്ഞവരൊക്കെ. മുല്ലപ്പൂവും അലുവയും കൊണ്ട് പതുങ്ങി നടന്നുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ആദ്യം ഒരു അടുപ്പമൊക്കെ ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുതിയ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ അച്ചമ്മ. ഇതേ സമയം ഗംഗ നിലക്കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നതും കാണാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. ഇനി പതുക്കെ പതുക്കെ വിനീതും ഗംഗയും തമ്മിലുള്ള അടുപ്പമാണ്, അവരുടെ റൊമാൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.